ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഞായറാഴ്ചയാണ് കേട്ടോ. ഇന്നത്തെ ഫുൾ ഡേ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ കാണിക്കുന്നത്. ഇപ്പോൾ സമയം ഒരു 7-7:30 ആയിട്ടുണ്ട് കേട്ടോ. രാവിലെ 6:30 മോന് ട്യൂഷൻ ഉണ്ടായിരുന്നേ, മൂത്തയാൾക്ക്. അപ്പോൾ ഇപ്പോൾ രാവിലെയൊക്കെ തന്നെ എഴുന്നേറ്റ് പോകുന്നില്ല കേട്ടോ. നമ്മളൊരു 5:30 ആകുമ്പോൾ എഴുന്നേറ്റിട്ട് വിളിച്ചാൽ മാത്രമേ എഴുന്നേൽക്കുള്ളൂ. ഭയങ്കര മടിയാണ് രാവിലെ പോകാൻ വേണ്ടി. നേരത്തെ 7 മണിക്കായിരുന്നു ട്യൂഷന്. ഇപ്പം കുറച്ച് രണ്ടാഴ്ചയായിട്ട് 6:30 ട്യൂഷൻ. അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് അച്ഛനും മോനും കൂടെ പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് സമയം കൂടെ ഒന്ന് പോയി കിടന്നതാണേ. പിന്നെ ഇപ്പോൾ 7:30 ആയി സമയം. അപ്പോൾ വേഗം കിച്ചണിൽ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാം. അവനെ കൊണ്ട് വിട്ടിട്ട് ഹസ്ബൻഡിങ് പോകുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ചോറ് വെക്കാൻ മറക്കരുതല്ലോ. അപ്പോൾ അരി കുതിരാൻ വേണ്ടി കുറച്ച് സമയം ഒന്ന് വെള്ളത്തിലിട്ട് വെക്കാം. പിന്നെ ഹസ്ബൻഡിന് എന്നും ചോറ് കൊണ്ടുപോകേണ്ടതുകൊണ്ട് തിങ്കൾ മുതൽ ശനി വരെ ഒരേ റുട്ടീൻ തന്നെയാണ് കേട്ടോ. നമുക്ക് ഇപ്പോൾ അവധിയാണല്ലോ, അതുകൊണ്ട് ചോറ് രാവിലെ വെക്കാം അങ്ങനെയൊന്നും ചെയ്യാറില്ല. എല്ലാ ദിവസവും വൈകുന്നേരമാണ് തിളപ്പിച്ച് വെക്കുന്നത്. പിന്നെ ഇന്ന് ഞാൻ ഒന്ന് ലാഗാക്കി, ഒന്ന് രാവിലെ എല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചത് കൊണ്ട് ഇനി ഇപ്പോൾ വേണം തിളപ്പിച്ച് വയ്ക്കാൻ. പിന്നെ രാവിലെ ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള സാമ്പാറാണ് ആദ്യം ഞാൻ അടുപ്പിൽ വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ വേഗം തന്നെ നമുക്ക് ഇഡ്ഡലി അങ്ങോട്ട് വെക്കാം. അപ്പോൾ രാവിലെ ചായയൊക്കെ കുടിച്ചിട്ട് പോയ ഗ്ലാസ്സൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് കഴുകി വെക്കാം. രാവിലെയൊക്കെ കുറച്ച് സമയം നമ്മളൊന്ന് സ്ലോ ആയാൽ മതി. എല്ലാ ജോലികളും ഇങ്ങനെ പെൻഡിങ് ആയിട്ട് കിടക്കുന്ന പോലെ തോന്നും. പിന്നെ അങ്ങോട്ട് ജോലി നീങ്ങുകയില്ല. എനിക്കാണെങ്കിൽ വളരെ സ്ലോ ആയിട്ട് ചെയ്യുന്നതാണ് ഇഷ്ടം. കാരണം ഓരോന്ന് ചെയ്ത് ക്ലീനാക്കി പോകാനൊക്കെയാണ് ഇഷ്ടം. പക്ഷേ ഇനി സ്കൂൾ തുറന്നാൽ ഇത് ഒട്ടുമേ നടക്കില്ല. അപ്പോഴത്തെ ആദ്യത്തെ ട്രിപ്പ് ഇഡ്ഡലി ഞാൻ അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഹസ്ബൻഡ് ഇപ്പം പാല് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് മുറ്റം അടിക്കണം. പിന്നെ അതുപോലെ പച്ചക്കറിയൊക്കെ അരിഞ്ഞ് ആ വേസ്റ്റൊക്കെ ഒന്നുകൊണ്ട് കളയാം. ഇന്നിപ്പോൾ രാവിലെ സമയം പോയതുകൊണ്ട് ഞാൻ ഫ്രണ്ടിലത്തെ മുറ്റം മാത്രം തൂത്തിടാമെന്ന് വിചാരിച്ചു. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ ബാക്കിൽ തൂക്കാമല്ലോ. പിന്നെ ഇടയ്ക്ക് മഴയും കൂടെ പെയ്യുന്നത് കൊണ്ട് കരിയിലെല്ലാം ഇങ്ങനെ ചെളിയിൽ പൊതിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്നൊന്നും തൂത്ത് വരാനും പറ്റില്ല. കണ്ടില്ലേ, ഞാൻ തൂക്കുന്നതിൻ്റെ പുറകിൽ അപ്പുറത്തെ പട്ടിക്കുട്ടി കിടന്ന് കളിക്കുന്നത്. അവൾക്ക് ഇങ്ങോട്ട് ചാടാൻ വേണ്ടിയാണ്. ഇപ്പോൾ കുറച്ച് വലുതായതുകൊണ്ടേ അവൾ ഇതിലേക്ക് ഓടിപ്പോവും. നമുക്കിവിടെ ഓപ്പണായിട്ട് കിടക്കുന്നതുകൊണ്ട് എങ്ങോട്ടെങ്കിലും ഓടിപ്പോയാൽ അറിയില്ലല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ വല വെച്ച് ചുറ്റും വെച്ചിരിക്കുന്നത്. എന്നാലും അത് ചാടിക്കിടന്ന് നമ്മുടെ അനക്കം കേട്ടാലെങ്കിൽ പോരുവേ. മോളാണെങ്കിലും ഡോറയുടെ അനക്കം കേട്ടപ്പോഴാണ് ഇറങ്ങി വന്നത്. അവൾ എപ്പോഴും പറയും എൻ്റെ കൂടെ കളിക്കാൻ വേണ്ടിയാണ് അവൾ വരുന്നതെന്ന്. സാധാരണ ഞാൻ രാവിലെ ഇങ്ങനെ തൂത്തുവാരലൊന്നുമില്ല കേട്ടോ. വൈകുന്നേരമാണ് കൂടുതലും മുറ്റം അടിക്കലും ഒക്കെ. ഇനിയിപ്പോൾ എപ്പോഴാണ് മഴയെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് പിന്നെ രാവിലെ ഉള്ള സമയത്ത് ഫ്രണ്ട് അങ്ങ് തൂത്തിട്ടേക്കാന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ തൂത്തുവാരുന്നതിൻ്റെ ഇടയിൽ വന്നിട്ട് ഒരു തവണ ഇഡ്ഡലി മാറ്റിയിട്ട് രണ്ടാമത് ഒന്നും കൂടെ ഒഴിച്ച് വെച്ചതായിരുന്നേ. അപ്പോൾ ഇപ്പോൾ എല്ലാം തണുത്തിരിപ്പുണ്ട്. പിന്നെ സാമ്പാർ ഒന്ന് ഓഫ് ചെയ്തേക്കണേന്ന് ഹസ്ബൻഡിനോട് പറഞ്ഞിട്ടുമാണ് പോയത്. ഇപ്പോഴും ഓരോരുത്തർ എഴുന്നേറ്റ് വരുന്നതേ ഉള്ളേ. ആദ്യം മോൾ എഴുന്നേറ്റു. സാധാരണയായിട്ട് ഇവനാണ് ആദ്യം എഴുന്നേക്കാറ്. ഇന്ന് മോളാണ് ആദ്യം എഴുന്നേറ്റത്. ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ ചമ്മന്തി സാമ്പാറും താളിക്കണം. ഇഡ്ഡലി ഇത്രേ ആക്കുന്നുള്ളൂ. കുറച്ച് മാവെടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. പുറകെ തന്നെ അരി കഴുകാൻ വേണ്ടി കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാവേ. ചൂടുവെള്ളത്തിലാണ് സാധാരണ അരി കഴുകാറ്. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഗ്യാസും ഇൻഡക്ഷനും ആയതുകൊണ്ട് ഇത് രണ്ടും രണ്ട് സൈഡിൽ ഇരിക്കുന്നത് കൊണ്ടേ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നിട്ടാണ് കേട്ടോ രാവിലെ ജോലിയൊക്കെ ചെയ്യുന്നത്. പിന്നത്തെ സാമ്പാറിനകത്ത് അധികം കഷ്ണങ്ങളൊന്നും ഇല്ല കേട്ടോ. ക്യാരറ്റും കിഴങ്ങും അതൊക്കെ മാത്രമേ ഉള്ളൂ. ഉള്ളിയും ഒക്കെ ഉള്ള കഷ്ണങ്ങളൊക്കെ ഇട്ടൊരു സാമ്പാറാക്കി. ഇവിടെ സാമ്പാർ തന്നെ വേണം. മൂത്ത മോന് സാമ്പാർ കൂട്ടിയാണ് ഇഡ്ഡലി കഴിക്കുന്നതൊക്കെ ഇഷ്ടം. ബാക്കിയുള്ളവർക്കൊക്കെ ചമ്മന്തി മാത്രമാണെങ്കിലും മതി. അപ്പോൾ ഒറ്റ താളിപ്പിൽ തന്നെ 2 കറി അങ്ങ് റെഡിയാക്കാമെന്ന് വിചാരിച്ചേ. അതുകൊണ്ട് ചമ്മന്തി ആദ്യം അരച്ചത് ജഗ്ഗിൽ നമ്മൾ തിളച്ച വെള്ളം ഒഴിക്കില്ലേ, കുടിക്കാൻ വേണ്ടി ഒഴിച്ചു വെക്കില്ലേ, ആ വെള്ളം ഒഴിച്ചിട്ടാണ് ചമ്മന്തി അരച്ചത്. 2 രീതിയിലും എല്ലാവരും ചെയ്യും. ഞാൻ ഇന്നിങ്ങനെ അങ്ങ് ചെയ്തെന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ആ ചട്ടി തന്നെ വെച്ചിട്ട് നമുക്ക് സാമ്പാറും കൂടെ താളിക്കാമല്ലോ എന്ന് കരുതി. സാമ്പാർ പിന്നെ എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് എല്ലാവർക്കും ഇപ്പോൾ അറിയാം അല്ലേ. മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി, കായപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയിട്ട് നന്നായിട്ട് താളിച്ചെടുത്താൽ മതി. അപ്പോൾ വേഗം തന്നെ സാമ്പാറും കൂടെ ആക്കി. ഇപ്പോൾ എല്ലാവർക്കും വിശപ്പായിട്ടുണ്ട്. കഴിക്കാനായോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം വേഗം തന്നെ നമുക്ക് കഴിക്കാം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഓർക്കും ഇത്രയും സമയമായുള്ളൂ, ഇനി ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ എന്ന്. പക്ഷേ എഴുന്നേറ്റ് കഴിഞ്ഞാൽ സമയം എങ്ങനെയാണ് ഓടുന്നതെന്ന് അറിയില്ല. അത്രയ്ക്ക് സൂപ്പർ ഫാസ്റ്റ് ആയിട്ടാണ് പോകുന്നത്.
ഇനിയിപ്പോൾ സാമ്പാർ അവിടെ കിടന്ന് തിളക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് വേഗം ചായ എടുക്കാം. അപ്പോൾ വേഗം ഒന്നിച്ച് എല്ലാവർക്കും കൂടി ഇരിക്കാമല്ലോ. ഇനിയിപ്പോൾ അത് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് മാവ് മാറ്റി വെക്കാവേ. സാധാരണ വൈകിട്ടാണ് ഇതിൻ്റെ ബാക്കി മാവ് കൊണ്ട് എന്തെങ്കിലും ദോശയോ ഇഡ്ഡലിയോ അല്ലെങ്കിൽ പനിയാരോ ഒക്കെ ഉണ്ടാക്കാറുണ്ട്. അതാകുമ്പോൾ പിള്ളേർക്ക് ഇഷ്ടമാണ്. ചമ്മന്തി കൂട്ടി അവർ കഴിച്ചോളും. അപ്പോൾ ഇതാ പാല് തിളച്ച് വന്നിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് പാലെടുത്ത് മാറ്റി വെക്കണം വൈകുന്നേരത്തേക്ക്. ഇപ്പം ഞങ്ങൾക്ക് രണ്ടിനും മാത്രം മതി ചായ. പിള്ളേർക്കൊക്കെ പാലാണ് കൊടുക്കുന്നത്. അതും വൈകുന്നേരമാണ് കൂടുതലായിട്ടും കൊടുക്കുന്നത്. ഇപ്പോൾ രാവിലെ പല സമയത്തൊക്കെ എഴുന്നേറ്റ് വരുന്നത്, ലേറ്റായിട്ടൊക്കെ എഴുന്നേറ്റ് വരുന്നതുകൊണ്ട് രാവിലെ പാലൊന്നും കൊടുക്കാറില്ല. എനിക്ക് 3 മക്കളാണ് കേട്ടോ ഉള്ളത്. മൂത്തയാൾ 10th പഠിക്കുന്നത്. അവനാണ് ട്യൂഷനൊക്കെ പോയിരിക്കുന്നത്. ഇപ്പോൾ പോയിട്ട് വന്നു കേട്ടോ. അവനിപ്പോൾ കഴിക്കാൻ വേണ്ട, വിശക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഞങ്ങൾ 4 പേരും കൂടെ അങ്ങ് ഇരിക്കുകയാണ്. അല്ലെങ്കിലും വീഡിയോ എടുക്കുമ്പോഴേക്കും അവൻ അധികം ഇങ്ങനെ വരാറില്ലേ. പിന്നെ നമുക്കങ്ങനെ സൺഡേ ആണല്ലോ, അതുകൊണ്ട് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാവുക അങ്ങനെയൊന്നുമില്ല കേട്ടോ. എന്താണുള്ളത് അത് വെച്ച് ചെയ്യാറുള്ളൂ. സൺഡേ സ്പെഷ്യലായിട്ട് അങ്ങനെ ചിക്കനോ മീനോ ഒന്നും വാങ്ങിക്കാറൊന്നുമില്ല. പിന്നെ തലേ ദിവസം മിക്കവാറും ശനിയാഴ്ച വരെ ചിക്കനൊക്കെ ഉണ്ടാവും. അതിൻ്റെ ബാക്കിയാണ്. ഞാൻ രാവിലെ കുക്ക് ചെയ്യുമ്പോൾ അവിടെ വേറൊരു ചട്ടിയും കൂടി ഇരുന്നിരുന്നില്ലേ, ചിക്കൻ്റെ ബാക്കിയായിരുന്നു കേട്ടോ, ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നേരത്തെ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, സൺഡേയിൽ എനിക്ക് അധികം അടുക്കളയിൽ നിന്ന് ഇരുന്ന് കുക്ക് ചെയ്യുന്നതൊന്നും ഇഷ്ടമല്ല. കാരണം ഇവരെല്ലാവരും വീട്ടിലിരിക്കുന്ന ദിവസമാണല്ലോ. പ്രത്യേകിച്ച് ഹസ്ബൻഡ് വീട്ടിലിരിക്കുമ്പോൾ എങ്ങനെയാണെങ്കിലും ജോലിയൊക്കെ സ്ലോ ആയി പോകും. പിന്നെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയാലും നമ്മൾ റൈസൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അത് വേഗം അങ്ങ് കഴിയുമല്ലോ. പിന്നെ ഇന്നിപ്പം അതിനൊന്നും നിന്നില്ല കേട്ടോ, ഉള്ളതൊക്കെ വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അവധിയായ പിന്നെ പിള്ളേരുടെ കാര്യം പറയേ വേണ്ടല്ലോ. അവരേത് സമയം കളിയും ഇങ്ങനെ ചാട്ടോ ഓട്ടോ ഒക്കെ ആയിട്ട് നടക്കുകയല്ലേ. അപ്പോൾ അവർക്ക് എപ്പോഴും വിശപ്പാണ്. അപ്പോൾ സ്നാക്സിലാണ് കൂടുതലും ഞാൻ ശ്രദ്ധിക്കുന്നത് കേട്ടോ. എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഉണ്ടാക്കി വെക്കണം എപ്പോഴും, അല്ലെങ്കിൽ ഓടി ഓടി വന്ന് ചോദിക്കും. അപ്പോൾ ഇതാ പാത്രങ്ങളെല്ലാം കഴുകാൻ വേണ്ടി നിരന്നിട്ടുണ്ട്. വേഗം വേഗം നമ്മൾ ഓരോന്ന് ചെയ്തതുകൊണ്ട് അപ്പോഴൊന്നും ക്ലീനൊന്നും ചെയ്തില്ലല്ലോ. അപ്പോൾ ഇതാ മോനാണെങ്കിൽ അവളെ എങ്ങനെയാണ് അത് പറപ്പിക്കുന്നതെന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണേ. ഇനിയിപ്പോൾ വേഗം അടുക്കള ഒന്ന് ഒതുക്കിയാൽ മാത്രമേ നമുക്ക് അടുത്ത പണിയിലേക്ക് കിടക്കാൻ പറ്റൂ. അപ്പം പാത്രമൊക്കെ കഴുകി അവിടെ ഒന്ന് വൃത്തിയാക്കിയിട്ട് നമുക്ക് ബാക്കി ഇനി തോരനൊക്കെ അരിയണം. ശരിക്കും ഇന്നത്തെ ദിവസം ഞാൻ പ്ലാൻ ചെയ്തതുപോലെ അല്ല കേട്ടോ കാര്യങ്ങളങ്ങ് നടന്നു പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആവുന്ന സമയത്ത് തന്നെ ഉച്ചക്കത്തേക്കുള്ള കറികളും എല്ലാം ആവുകയാണെങ്കിൽ, നമ്മൾ ക്ലീനിങ്ങും കൂടെ കഴിഞ്ഞൊരു 10-10:30 ആകുമ്പോഴേക്ക് ഫ്രീ ആവുകയാണെങ്കിൽ ബാക്കി ക്ലീനിങ്ങിനും ഒക്കെ നമുക്ക് കുറച്ച് സമയം കിട്ടും. അതൊക്കെ എല്ലാവർക്കും അറിയാം, അങ്ങനെ ചെയ്യുന്നതുമാണ്. പക്ഷേ ഇന്നത്തെ ദിവസം അങ്ങനെയൊന്നും നടക്കുന്നില്ല. രാവിലത്തെ സ്ലോ ആകൽ തന്നെ ബാക്കിയുള്ള സമയത്തും ആവുകയാണ്. പക്ഷേ ഇനിയിപ്പോൾ ഇവിടെ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇതാണ് കേട്ടോ ഞാൻ പ്ലാനിങ് എന്ന് പറഞ്ഞത്. ഇന്ന് കുറച്ച് ഇലക്ട്രിക്കൽ വർക്ക് ഉണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ അതിന് വേണ്ടി ആൾ വന്നു. കഴിഞ്ഞ ദിവസം എല്ലാം വിളിച്ചിട്ട് അവർ വന്നില്ല. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന് വരും നമ്മൾ പ്രതീക്ഷിച്ചതേ ഇല്ല. പെട്ടെന്ന് അവർ പണിയാൻ വേണ്ടി വന്നു. പിന്നെ അവർക്ക് മാംഗോ ജ്യൂസ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അരിയാണ്. പിന്നെ ഇപ്പോൾ ഫ്രിഡ്ജിൽ അങ്ങനെ തണുത്ത വെള്ളം വെക്കാറുമില്ലേ. പിള്ളേർ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് അത് എടുക്കുകയും കുടിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് പിന്നെ കുറച്ച് ഐസ് ഇരുന്നത് എടുത്ത് അതുമായിട്ട് അടിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അവർ കുറച്ച് സമയം കേട്ടോ പണിയാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അവർക്കൊരു ലാഡർ വേണമെന്ന് പറഞ്ഞിട്ട് അടുത്ത വീട്ടിൽ വന്ന് ഞാനത് മേടിച്ചുകൊണ്ട് പോയി. പിന്നെ ക്യാബേജ് ആണെങ്കിൽ രാവിലെ തൊട്ട് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ തോർന്നിരിക്കുന്നുണ്ട്. വേഗം അത് അരിഞ്ഞിട്ട് തോരനും കൂടെ ആക്കാം. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്കും കമൻറ്റും ഒക്കെ തരണം കേട്ടോ. പിന്നെ ഒരു 3-4 ഉണക്കമീൻ ഇരിപ്പുണ്ടായിരുന്നേ. അപ്പം ഞങ്ങൾക്ക് വറുക്കാമെന്ന് വിചാരിച്ച് അതെടുത്ത് വെള്ളത്തിലിട്ടു. പിന്നെ തോരൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണമല്ലോ. അപ്പോൾ ആ സമയത്ത് രാവിലെ കഴുകി വെച്ച പാത്രമൊക്കെ എടുത്ത് നമുക്കൊന്ന് മാറ്റി വെക്കാവേ. ഏകദേശം എല്ലാം ഉണങ്ങിയിട്ടുണ്ട്. ഇന്നലെ ഉണ്ടാക്കിയ മോരുകറി ഇരിപ്പുണ്ട്. പിന്നെ പിള്ളേർക്ക് മുട്ട പൊരിക്കാം. പിന്നെ പപ്പടം കൂടെ വറുക്കാം. അത് തന്നെ ധാരാളമല്ലേ ഉച്ചക്കത്തേക്ക്. ഇങ്ങനത്തെ കറികളൊക്കെ ആണെങ്കിൽ അവർക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ. അപ്പം മീനൊന്ന് വെട്ടി കഴുകി കൊണ്ട് വെച്ചതിൻ്റെ പുറകെ തന്നെ ഞാനൊന്ന് ഈവനിങ് സ്നാക്കും കൂടെ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ച്. ഈ കൂടെ തന്നെ അങ്ങ് നടക്കുവാണെങ്കിലേ ആ ജോലിയും കൂടെ അങ്ങ് കഴിയുമല്ലോ. ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഇപ്പോൾ സ്നാക്ക് ഉണ്ടാക്കാനാണ് ഏറ്റവും അധികം മെനക്കെടുന്നതെന്ന്. അപ്പോൾ ഇതെൻ്റെ ആദ്യത്തെ ഒരു പരീക്ഷണവും കൂടെയാണ് കേട്ടോ. ആദ്യം ഞാൻ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ ഗോതമ്പ് പൊടിയാണ് കേട്ടോ വറുത്ത് വെച്ചത്. സാധാരണ ആശീർവാദാണെങ്കിൽ വറുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇത് റേഷൻ കടയിൽ നിന്നുള്ളതായതുകൊണ്ടാണ് വറുത്ത് വെച്ചത്. പിന്നെ അതിൻ്റെ പുറകെയാണ് മീൻ വറുക്കാനായിട്ട് വെച്ചത്. പിന്നെ ഇതാ മാങ്ങ ചെത്തി വൃത്തിയാക്കുന്നുണ്ട്. നന്നായിട്ട് പഴുത്ത് നല്ല മധുരമുള്ള മാങ്ങാപ്പഴമാണ് നമ്മുടെ മുറ്റത്ത് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ശർക്കര പാനിയും കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം.
ഇനിയിപ്പോൾ ഒന്നുമില്ല, നമ്മൾ ആദ്യം വറുത്ത് വെച്ച ആ ഗോതമ്പ് പൊടി തണുത്തിട്ടുണ്ടല്ലോ, അതിലേക്ക് ഇത്തിരി ഉപ്പിട്ടിട്ട് ഈ മാമ്പഴം അരച്ച് വെച്ചതും കൂടെ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. മോളാണെങ്കിൽ അത് അരച്ചത് വന്ന് കൈ ഇടുന്നുണ്ട് അതിനകത്ത്, അതുകൊണ്ട് തന്നെ ഞാൻ അവളോട് ദേഷ്യപ്പെട്ടത്. പിന്നെ ഇത്തിരി ഏലക്കാപ്പൊടിയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ജീരകത്തിൻ്റെ പൊടി വേണമെങ്കിലും ചേർക്കാം. നമ്മൾ സാധാരണ ഇലയുടെ പോലെ തന്നെ ഉണ്ടാക്കാം. ചക്കപ്പഴവും സാധാരണ പഴവും ഒക്കെ കൊണ്ടല്ലേ നമ്മൾ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ മാമ്പഴം കൊണ്ടും കൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. പിന്നെ ഇവർക്കിവിടെ ഈ ഗോതമ്പിൻ്റെ പലഹാരങ്ങളൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. അട പോലെ വെറുതെ തേങ്ങയിട്ടുണ്ടാക്കിയാലും അവർ കഴിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അത് വറുത്ത മാവായതുകൊണ്ടേ വെറുതെ അതിങ്ങനെ എടുത്ത് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് എടുത്ത് കഴിക്കുന്നുണ്ട്. ഇനി അതിലൊരു ഇത്തിരി തേങ്ങയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞാനത് മറന്നുപോയി പറയാൻ. അപ്പോൾ മാമ്പഴവും ശർക്കരപ്പാനിയും കൂടെ ചേർത്ത് അരച്ചിട്ട് അതിൽ ഏലക്കാപ്പൊടിയും തേങ്ങയും കൂടി ഇട്ടിട്ടാണ് നന്നായിട്ട് കുഴച്ചെടുത്തിരിക്കുന്നത്. ഇനി ഒന്നുമില്ല, വാഴയിലേക്കകത്ത് പരുത്തി നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. ഉച്ചയാകുമ്പോൾ തന്നെ ഇതും കൂടെ അങ്ങ് ചെയ്ത് വെച്ചാലേ സ്നാക്സ് ആയോ എന്ന് ചോദിക്കുമ്പോഴേക്കും അത് വെന്ത് തണുത്തൊക്കെ ഇരുന്നോളുമല്ലോ. ഈ സമയത്താണ് കേട്ടോ അവിടെ പണിതുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെ പോയത്. ഇതിനിടയിൽ ഞാൻ പപ്പടം വറുക്കുകയും മുട്ട പൊരിക്കുകയൊക്കെ ചെയ്തായിരുന്നു. എന്നിട്ട് മുട്ട പൊരിച്ചിട്ട് പിള്ളേർക്ക് ചോറ് കൊടുത്തായിരുന്നേ. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കഴിക്കാൻ തുടങ്ങുകയാണ്. ഇനിയിപ്പോൾ ചോറുണ്ടിട്ട് ഇനി ഇരിക്കാനുള്ള സമയമില്ല, ഇഷ്ടം പോലെ പണിയുണ്ട്. ചോറൊക്കെ ഉണ്ടിട്ട് വന്നപ്പോഴേക്കും എന്താ ഇലയുടെയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനതെടുത്ത് തണുക്കാനായിട്ട് വെക്കുകയാണ്. ഇപ്പം തന്നെ അവർ വന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് കേട്ടോ ഈ സ്മെല്ല് വരുമ്പോൾ. പിന്നെ ആദ്യത്തെ ട്രിപ്പ് അപ്പം എല്ലാം എടുത്തിട്ട് രണ്ടാമത് ഒന്നും കൂടെ വെച്ചു. പിന്നെ നമ്മൾ ചോറൊക്കെ കഴിച്ച പാത്രങ്ങളൊക്കെ കഴുകി ഇനിയാണ് ക്ലീനിങ്ങിലേക്ക് കിടക്കുന്നത്. ഇതൊരു കുറച്ച് ദിവസം മുന്നത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പം ഭയങ്കര ചൂടായിരുന്ന സമയത്താണ്. അപ്പം നമ്മൾ AC വെച്ചതായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ വെച്ചിട്ട് പെട്ടെന്ന് അങ്ങ് പോവായിരിക്കും എന്ന്. ഇത്രയും പണി ഇവിടെ പണിയൊന്നും വിചാരിച്ചൊന്നുമില്ല. അപ്പോൾ ആ കർട്ടനൊക്കെ മാറ്റി അവിടെ ഹോളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് അത് വെച്ചത്. അപ്പോൾ അറിയാമല്ലോ അവിടെ ഇഷ്ടം പോലെ മണ്ണും പൊടിയൊക്കെ വീണിട്ടുണ്ട്. അപ്പോൾ ഇനി അവിടെ എല്ലാം നന്നായിട്ട് തുടയ്ക്കണം, എന്നാലേ നമുക്ക് ബെഡൊക്കെ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം പൊടിയെല്ലാം ഒന്ന് തൂത്ത് ജനലെല്ലാം ഒന്ന് വൃത്തിയാക്കി പൊടിയെല്ലാം തൂത്തിട്ട് ഇനി അവിടെ എല്ലാം ഒന്ന് തുടയ്ക്കണം. അപ്പോൾ 2 റൂമിലും വൃത്തിയാക്കാനുണ്ട്. ഞാൻ ഒരു റൂം വൃത്തിയാക്കിയപ്പോഴേക്കും ഹസ്ബൻഡ് ഇപ്പുറത്തെ റൂം വൃത്തിയാക്കിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്ക് അത്ര എളുപ്പമായി. പിന്നെ കുറച്ചൊക്കെ അവർ പേപ്പറൊക്കെ വിരിച്ചിട്ടാണ് എല്ലാം ചെയ്തത്. അപ്പം കുറേയൊക്കെ പൊടികളൊക്കെ അങ്ങനെ തന്നെ വാരി കളയാമായിരുന്നേ. എന്തല്ലേ എങ്ങനെയൊക്കെയാണ് ഓരോ ദിവസം കടന്നു പോകുന്നത്. നമ്മളൊരു കാര്യം വിചാരിക്കും, ആ കാര്യമേ അല്ലായിരിക്കും ആ ദിവസം നടക്കുന്നത്. ഈ ദിവസം വ്ളോഗ് എടുക്കണമെന്ന് എനിക്ക് തീരുമാനം ഉണ്ടായിരുന്നെങ്കിലും ഇത് ഇത്രയും ലെങ്തി ആവുന്നൊന്നും ചിന്തിച്ചതേ ഇല്ല. പിന്നെ ഈ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കണമെങ്കിൽ നല്ല പാടാട്ടോ. ഞാൻ ഇന്നാളൊരു റൂം ക്ലീനിങ്ങിൻ്റെ വീഡിയോ ഇട്ടിരുന്നു. അപ്പോഴും പറഞ്ഞിരുന്നു കട്ടിലൊക്കെ ഇങ്ങനെ വലുതായിട്ട് റൂം നിറഞ്ഞു കിടക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ട് കുറച്ച് പ്രയാസമാണ്. അപ്പോഴത്തെ സമയം 3:45 കഴിഞ്ഞു കേട്ടോ. 4 മണി ആവാറായി. ഇത്തിരി ഫാസ്റ്റായിട്ടാണ് ക്ലോക്ക് വെച്ചിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം നമുക്ക് പുറത്ത് പോകാനൊരു പ്ലാൻ ഉണ്ടായിരുന്നേ. അപ്പം നമുക്ക് തൂക്കാതെയും തുടയ്ക്കാതെയും ഒക്കെ ഇട്ടിട്ട് പോകാനും പറ്റില്ലല്ലോ. അതുകൊണ്ട് വേഗം ഇതങ്ങ് തീർത്തിട്ട് ഇനി കുളിക്കാനും പിള്ളേരെ റെഡിയാക്കാനും ഒക്കെ ഉണ്ട്. ബെഡ്ഷീറ്റൊക്കെ പിന്നെ ഞാൻ തിരിച്ചു വന്നിട്ട് വൈകുന്നേരമാണ് കേട്ടോ മാറിയത്. അപ്പോൾ ഈ പൊടിയുടെ ഇടയിൽ കൂടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അവരെ TV ഒക്കെ വെച്ച് അവിടെ ഇരുത്തിയേക്കുകയാണ്. അപ്പോൾ ഇതിനിടയിൽ ഓടി പോയി നമ്മൾ അപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ ഇലയട, അതെടുത്ത് കഴിക്കുക, അവിടെ ഇരുന്ന് TV കാണുക. അത് തന്നെയായിരുന്നു കുറേ നേരമായിട്ട് രണ്ടുപേരും. ഇപ്പോൾ റൂമെല്ലാം തുടച്ച് അടുക്കളയെല്ലാം തുടച്ച് കഴിഞ്ഞു കേട്ടോ. ഇതാ അട ഓരോന്നോരോന്നായിട്ട് എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ എല്ലാവരുടെയും കഴിപ്പൊക്കെ കഴിഞ്ഞു. ഞാനാണെങ്കിൽ സിറ്റൗട്ടും കൂടെ വൃത്തിയാക്കാനുണ്ടായിരുന്നു, അവിടെയും കൂടെ തുടച്ചിട്ടിട്ട് പിന്നെ വേഗം പോയി കുളിച്ച് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. മോളെയും റെഡിയാക്കി. ഇനിയിപ്പോൾ മുടി കെട്ടിക്കൊടുക്കാനുള്ള പാടാണ്. നമ്മൾ ധൃതി വെക്കുമ്പോഴേക്കും ഒന്നും കൂടെ അവർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നടക്കും. അപ്പം നമ്മൾ എവിടെയാണ് പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. ഒരു ഫിലിം കാണാനാണ് കേട്ടോ പോകുന്നത്. ഇന്നത്തെ ഒരു ഫുൾ ഡേ ആണല്ലോ കാണിക്കുന്നത്, അതുകൊണ്ട് ഇതും കൂടി ഒന്ന് കണ്ടേക്കണേ. അപ്പം മക്കളിരുന്ന് പറയുന്നത് ഞങ്ങൾ ഇന്ന് സിനിമയ്ക്ക് പോവുകയാണ്, അവിടുന്ന് ജ്യൂസും പോപ്കോണും കഴിക്കണം എന്നൊക്കെയാണ് മോള് പറയുന്നത്. കാറിൽ പാട്ടിട്ടിട്ടുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ അപ്പോഴത് ശ്രദ്ധിച്ചില്ല. അത് റെക്കോർഡ് ചെയ്ത് അത് ഇടണമെന്ന് വിചാരിച്ചതാണ്. വോയിസ് ഓവർ കൊടുത്തപ്പോഴാണ് പാട്ട് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നതുകൊണ്ടാണ് ഞാനത് മ്യൂട്ട് ചെയ്തത്. പിന്നെ ഇവർ ഫിലിമിന് വരുന്നത് തന്നെ ഇതൊക്കെ കഴിക്കാനാണല്ലോ. കയറി പോകുമ്പോൾ തന്നെ ഇതും വാങ്ങിച്ച് കൈ പിടിച്ചുകൊണ്ടാണ് പോകുന്നത്. ഇൻ്റർവെൽ വരെ അങ്ങനെ ഇരിക്കും. പോരാൻ ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ അവർക്ക് ചായയൊക്കെ എടുത്ത് കൊടുത്തായിരുന്നേ. പിന്നെ ഞാൻ കഴിച്ചിട്ടില്ലായിരുന്നു, ചായ കുടിക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഒരു കോഫിയും കൂടെ വാങ്ങിച്ചു. ഇപ്പോൾ അമ്മ നമ്മുടെ കൂടെ ഇല്ല കേട്ടോ. അമ്മ ഇല്ലാത്ത ദിവസമായിരുന്നു ഈ വീഡിയോ എടുത്തിരുന്നത്. മോഹിനിയാട്ടം ഫിലിമായിരുന്നു കേട്ടോ കണ്ടത്. ആ പേരൊന്ന് കിട്ടാൻ വേണ്ടി കുറേ സമയം ഞാൻ നോക്കിയിരുന്നു, പക്ഷെ അത് എഴുതുന്നത് മാത്രം എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇങ്ങനെയായിരുന്നു ഇന്നത്തെ എൻ്റെ ഒരു ഡേ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണാവേ. താങ്ക്